അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കുർബാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അസഹനീയമായി തോന്നുന്നത് അനീതി പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ ജീവിക്കുമ്പോഴാണ്. കുടുംബത്തിലായാലും എല്ലായിടത്തും ചിലരുടെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ അവിടെ സമത്വം പോവുകയും അനീതിക്ക് ബാക്കിയുള്ളവർ ഇരയാകുകയും ചെയ്യും. ഇത് ആദ്യകാലം പോലെ ഈ ഗ്രീക്കുകാരുടെ വിപ്ലവമില്ലേ,
അപ്പോസ്തല പ്രവർത്തനം 6:1. ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. ഈ ബൈബിളിലും ലോകചരിത്രത്തിലും ഈ ഹെബ്രായർക്കെതിരെ എന്നുള്ള ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. കാര്യം യഹൂദരെവിടെ പോയാലും യഹൂദന്മാർ പല രാജ്യങ്ങളിൽ പോയായിരുന്നല്ലോ, അവർക്ക് അവിടെയെല്ലാം പീഡനങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഇവരെ ആൾക്കാർ പീഡിപ്പിച്ചു എന്നുള്ള ചോദ്യം നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. അതെന്ന് വെച്ചാൽ ഇവർ എപ്പോഴും മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യണ പോലെ മറ്റു രാജ്യക്കാർക്ക് തോന്നും. ഇപ്പോൾ ഇംഗ്ലീഷുകാരുടെ രാജ്യത്ത് ചെന്നപ്പോൾ സ്പാനിഷ് എന്നാണ് ഇവർക്ക് കൂടുതൽ പ്രയാസങ്ങളുണ്ടായത്. പക്ഷേ ഇംഗ്ലീഷ് രാജ്യത്ത് മോശമല്ല ഇവർ. എന്താ കാര്യമാണ്, ഷേക്സ്പിയറിൻ്റെ ഒരു കഥയില്ലേ, ഷേക്സ്പിയറിൻ്റെ കഥയിൽ സെമയോണിച്ച് ഒരു കടം കൊടുത്ത വെനീസിലെ വ്യാപാരി, മർച്ചൻ്റ് ഓഫ് വെനീസ്. അപ്പോൾ ആ വ്യാപാരിയിൽ കടം കൊടുക്കുന്നത് ഒരു യഹൂദനാണ്. അതായത് ഈ വട്ടിപ്പണ പലിശയ്ക്ക് കടം കൊടുക്കണ യഹൂദനാണ്. അപ്പോൾ ഈ ഷേക്സ്പിയറിൻ്റെ ഇംഗ്ലീഷ് കഥയിൽ കടം കൊടുക്കുന്ന ആളാണ് യഹൂദൻ. അപ്പോൾ അയാൾ ആ കട ഈടാക്കുന്നതിന് പകരം കോടതി വെച്ച് മാംസം വെട്ടി ചോദിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ഷിബിയുടെ കഥ പോലെ, ഷിബി വെച്ചാൽ ഈ ഷേക്സ്പിയർ ഇവിടുന്ന് മോഷ്ടിച്ചാണെന്ന് തോന്നുന്ന കഥ, ചിലപ്പതികാരത്തിൽ നിന്ന്. സെമയോണിച്ചിന് ഇത് കൊടുക്കുമ്പോൾ കോടതി എന്ന് പറയണത് മാംസം തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, രക്തം പൊടിയരുതെന്ന് പറയും. അത് നമ്മളുടെ കഥയാണ്, ചിലപ്പതികാരത്തിലെ കഥയാണ്. ഷേക്സ്പിയർ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്, അടിച്ചു മാറ്റിയതാണ് നമുക്കറിയാൻ പാടില്ല. ആ കഥയിൽ അങ്ങനെ ഒരു രംഗമുണ്ട്. അപ്പോൾ ഇവിടെ ചെന്നാൽ ഈ ആൾ പെരുകുമ്പോൾ അനീതികളുണ്ടാവും. അതാണ് ആളെ വിളിച്ച് പറഞ്ഞത്. കുടുംബത്തിലും അങ്ങനെയാണ്. കുടുംബത്തിലും ഈ പങ്കാളികൾ കൂടുതലല്ലേ, വസ്തു ഒക്കെ വിൽപ്പന വരുമ്പോൾ, ഭാഗോടമ്പടിയൊക്കെ വരുമ്പോൾ ആൾ കൂടുതലാണെങ്കിൽ കുറേ പേർക്ക് എപ്പോഴായാലും അപ്പനെ തല്ലിക്കൊല്ലാനുള്ള വൈരാഗ്യം മക്കൾ കാണിക്കണം കണ്ടുകൊണ്ട് ഞാൻ അപ്പനാണെന്നുള്ള മറന്നു പോയി. പക്ഷേ പങ്കിട്ട് വന്നപ്പോൾ ചില സ്ഥലം കിട്ടി, സ്ഥലത്തിന് കൂടുതലുണ്ടെങ്കിലും അവന് വരുമാനമൊന്നുമില്ല. വരുമാനമുള്ളവർക്ക് സ്ഥലം ചെറുതാണ്. അങ്ങനെ പല പല കോമ്പൻസേഷൻ വെച്ചാണ് അച്ഛൻ ചെയ്തിരിക്കുക, അപ്പൻ ചെയ്യണതെങ്കിലും കുറേ പരാതികളുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ജീവിതത്തിലുണ്ട്. അനുദിനമുള്ള സഹായ വിതരണത്തിൽ ഗ്രീക്കുകാരുടെ വിധവകളാണ്, അവർ ന്യൂനപക്ഷമാണെന്ന് തോന്നുന്നത്. ഹെബ്രായർക്കെതിരെ പരാതി പറഞ്ഞെന്ന് വെച്ച് കഴിയുമ്പോൾ ഹെബ്രായറാണ് അവിടെ മേൽക്കൈ നേടിയിരിക്കുന്നത്. പക്ഷേ ഗ്രീക്കുകാരെന്ന് ചുമ്മാ ഗ്രീക്കുകാർ വിജാതിരല്ലേ, അവർ യഹൂദ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. ഗ്രീക്ക് ഭാഷ സംസാരിക്കണമെന്നേ ഉള്ളൂ, യഹൂദ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. അതായത് ഹെലനിസ്റ്റിക് എന്നൊക്കെ ബൈബിൾ പറയും. അപ്പോൾ ഇവരെല്ലാം ബ്ലഡ് ഒന്ന് തന്നെയാണ്. പക്ഷെ ആ രാജ്യത്തിൽ നിന്ന് വന്ന കാരണം അവരോട് ഹെബ്രായർ അനീതി കാണിച്ചു. അപ്പം അങ്ങനെയാണ് പിന്നെ പത്രോസ് പറയണത്, ഞങ്ങൾ ഭക്ഷണ മേശ വന്ന് അതിനുവേണ്ടി തലയിടാൻ ഞങ്ങൾക്ക് നേരെയില്ല, ഞങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള അഭിഷേകമല്ല, ഞങ്ങൾക്ക് കർത്താവിൻ്റെ വചനം പങ്കുവെക്കാനുള്ള അഭിഷേകമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് കൃപയുള്ളവരുടെ മേൽ ഞങ്ങൾ കൈവെക്കാം. അങ്ങനെ ഡയക്കഡേറ്റ് ഉണ്ടാകണത്, ഡീക്കൻ. പിന്നീട് കുറേ കാലത്ത് സഭയിൽ ഡീക്കന്മാരില്ലായിരുന്നു. പിന്നെ വന്നപ്പോൾ ആദ്യത്തെ ഡീക്കന്മാരല്ല വന്നത്, ലിറ്റർജിക്കൽ ഡീക്കന്മാരാണ് വന്നത്. സഭയുടെ ഹിസ്റ്ററിയിൽ ആദ്യം ഉണ്ടായിരുന്നത് സഭയുടെ സാമൂഹ്യനീതി സംരക്ഷിക്കുന്ന ആൾക്കാരായിരുന്നു അവർ. അപ്പോൾ അത് പ്രോസസ് ഓഫ് ടൈമിൽ അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ചിലയിടത്ത് ആൾ കൂടിയും കുറച്ച് ആൾ കുറഞ്ഞും, ചിലയിടത്ത് ഉച്ചനീചത്വം കുറച്ച് അവഗണനയും ഒക്കെ സംഭവിക്കുമ്പോൾ അനീതി ഉണ്ടാകുമ്പോൾ ചില ആൾക്കാരെ സഹിക്കും, ചില ആൾക്കാർ ഫൈറ്റ് ചെയ്യും അതിനെതിരെ. പക്ഷേ സുവിശേഷത്തിനൊരു നിലപാടിൽ, സുവിശേഷ നിലപാട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സഹിക്കാനുള്ള കൃപ, അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയാണ്. ഇപ്പോൾ 1:29 ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടേ വിശ്വാസം ഒരു സാങ്കേതിക അർത്ഥത്തിൽ മാത്രമല്ല, വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം, സഹിക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹം, അവനുവേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആ വിശ്വാസം മാത്രമല്ല, പിന്നെന്താ ഉള്ളത്?
അതിൻ്റെ സെക്കൻഡ് ഗ്രേഡിൽ അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയുള്ള കൃപ കിട്ടിയാൽ മാത്രമേ, അതിൻ്റെ അക്സസറി അതാണേ, അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയുള്ള കൃപ കിട്ടിയാൽ മാത്രമേ ക്രിസ്തു നിലനിന്ന് പോരത്തുള്ളൂ നമ്മളിൽ. അല്ലെങ്കിൽ ക്രിസ്തു ആവിയായി പോകും. പക്ഷേ അതായത് ക്രിസ്തുവിനെ നമ്മൾ നിലനിർത്തുക എന്ന് പറയുമ്പോൾ സഹനത്തിൻ്റെ ഒരു കണ്ടൻറ്റ്, ക്രിസ്തുവിൻ്റെ കൃപ കൾച്ചർ ചെയ്ത് വരണത് ആ സഹനത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ക്രിസ്തു നമ്മളിൽ വളർന്നു വരണത്, നഴ്സറി ചെയ്ത് വരണത്. അതുകൊണ്ട് പൗലോസപ്പോസ്തലൻ ചോദിക്കുകയും സഹിക്കാൻ പറ്റാൻ കഴിവുണ്ടെങ്കിൽ സഹിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയും പൗലോസപ്പോസ്തലൻ. അതാണ് ആദിമസഭയുടെ നിലപാടതാണ്. അപ്പോൾ അതറിയണമെങ്കിലേ ഒന്ന് കുറച്ച് 6-7 എടുത്തേ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം, അനീതി നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ, വഞ്ചന സഹിച്ചുകൂടാ. അപ്പം സഹിക്കാൻ കൃപയുണ്ടവനുണ്ടെങ്കിൽ യുദ്ധത്തിന് പോകണ്ടെന്നുള്ള അർത്ഥമാണ് എൻ്റെ ഉള്ളത്. അത് ഓരോരുത്തരുടെ കൃപയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ല, അനീതി മസ്റ്റായിട്ടുണ്ടാകും. ഒരു സമൂഹം പ്രക്രിയ ചെയ്ത് വരുമ്പോൾ ആരെങ്കിലും കുറേ ആൾക്കാർ അതിൻ്റെ അനീതി അനുഭവിക്കും. ചിലർ അതിനെതിരെ ഫൈറ്റ് ചെയ്യും. ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പോരായ്മ ആയിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ സമ്മതിച്ച് അതിൻ്റെ കൃപയാക്കി മാറ്റും. കൊളോസോസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിലെ എന്തെങ്കിലും കുറവ് കർത്താവിൻ്റെ പീഡകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശരീരം എന്ന രീതിയിൽ സഭയോട് ചേർന്ന് നമ്മളത് സഹിക്കുന്നത്. അപ്പോൾ അതൊരു കൃപയാണ്. അതിന് ചിലർക്ക് അതിനുള്ള കഴിവുണ്ട്. കൃപ ക്രിസ്തു ഈ കൾച്ചറിങ്ങിലാണ് ക്രിസ്തു വളർന്നു വരണത് നമ്മളിൽ. അപ്പോൾ ക്രിസ്തു വളർന്നു വരണമെന്നുള്ളതിന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സഹനം അതിൻ്റെ വളവും വെള്ളവുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്ന് സൂചനയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കുകയോ അതെല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഉള്ള ഒരു മാർഗമായി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള സാധ്യത തേടുകയും ക്രിസ്തുവിൽ വളരുകയും ചെയ്യാൻ നിങ്ങളുടെ സകല സാഹചര്യം പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ സുവിശേഷത്തിൻ്റെ ഒരു ചൈതന്യം. എൻ്റെ പേര് ഗോപിക എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ താഴെവെട്ടിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് യാദൃശ്ചികമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് കൃപാസനത്തിലെ ഇതിനെക്കുറിച്ച് സാക്ഷ്യത്തെക്കുറിച്ച് കേൾക്കാനിടയായത്. അപ്പം ഞാൻ 1-2 സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പം എനിക്കൊരു വിശ്വാസത്തിലേക്ക് വരണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി. അപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ, അതായത് 2022 മാർച്ച് 15-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി അല്ലായിരുന്നു വന്നത്, അതിൻ്റെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പം ഉടമ്പടി എടുക്കാൻ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു. അങ്ങനെ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്ന 6 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, 12 വർഷമായിട്ട് എനിക്ക് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ SC പ്രൊമോട്ടറായിട്ട് ഞാൻ ജോലി ചെയ്ത് വരികയായിരുന്നു. അപ്പം സ്ഥിരമായ ഒരു ജോലി അല്ലായിരുന്നു. അപ്പം ഞാൻ ഒന്നാമത് വെച്ച നിയോഗം എന്ന് വെച്ചാൽ, മാതാവേ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടാൻ മാതാവ് സഹായിക്കണമേ എന്ന് പറഞ്ഞ് നിയോഗം വെച്ചു. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ദേഷ്യം മാറ്റി എൻ്റെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകണം, എൻ്റെ ഹസ്ബൻഡിന് ദേഷ്യം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതേ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഞങ്ങൾ 10-32 വർഷമായിട്ട് ഞങ്ങൾക്ക് കിണറോ ഒന്നുമില്ല. തൊട്ടടുത്ത വീടിനെ ആശ്രയിച്ചായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. നിയോഗങ്ങൾ 6 നിയോഗങ്ങൾ വെച്ചു. ഇവിടുത്തെ കാര്യങ്ങൾ അതേപോലെ തന്നെ നോക്കി ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് മാർച്ച് 31-ാം തീയതി ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് സർക്കാർ ഉത്തരവ് വന്നു, 18 വയസ്സ് to 30 വയസ്സ് അതിനുള്ളിൽ അത് കഴിയുന്ന ആർക്കും ജോലിയിൽ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു ഓർഡർ വന്നു. അങ്ങനെ എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഡെയിലി മാതാവിനോട് രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, അതേപോലെ തന്നെ വിശ്വാസ പ്രമാണം
ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. മാതാവേ, ഉണ്ടായിരുന്ന ജോലിയും പോയി, എനിക്കൊരു നല്ല ജോലി തരണമേ മാതാവേ, മാതാവിൻ്റെ സാക്ഷിയാക്കി തീർക്കണമേ എന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ആ 3 മാസ കാലാവധി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നപ്പം അച്ഛൻ ഇവിടെ പറയുന്നത് കേട്ടു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ സാക്ഷിയായി തീരണമേ എന്ന് പറഞ്ഞ് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഇനിയും ഞാനിവിടെ വരുവാണെങ്കിൽ എനിക്ക് ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ മാതാവ് എനിക്ക് അതിനുള്ള അടയാളം തരണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഞാൻ ഇവിടുന്ന് പോയി ആലപ്പുഴ കഴിഞ്ഞില്ല, അതിനിപ്പുറം വണ്ടിയിൽ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ ഒരു കോള് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ അറിഞ്ഞു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഡേറ്റ എൻട്രിക്ക് ആളെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും കിട്ടുമോ എന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ അവിടെ അപേക്ഷ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അറിയാൻ കഴിഞ്ഞു ഇവിടെ പാർട്ടിയുടെ നല്ല പിടിപാടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കിട്ടാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് മുന്നേ ഉള്ള കുറേ ആൾക്കാർ അവിടെ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് റെക്കമെൻഡേഷനൊക്കെ പോയേക്കുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. എന്നിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ വണ്ടി ഇരുന്നപ്പോൾ എന്നെ വിളിച്ച ആൾ പറഞ്ഞു, ഗോപികയുടെ പേര് പാർട്ടിയുടെ ഓഫീസിൽ നിന്നൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് ഗോപിക അത്യാവശ്യമായിട്ടും പിന്നെ ആരെങ്കിലും ചെന്ന് കണ്ടു പറഞ്ഞെങ്കിൽ മാത്രമേ ഗോപിക്ക് ജോലി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തും വരട്ടെ, എല്ലാം ഞാൻ മാതാവിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരെയും പോയി കാണാനോ എടുക്കാനോ ഒന്നും അധികം നിന്നില്ല. ഞാൻ 1-2 പേരോട് പറഞ്ഞു, അവരെനിക്ക് വലിയ പ്രതീക്ഷയൊന്നും തന്നില്ല. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റായി ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ആ പോയ സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ കാശുരൂപം അല്ലാതെയാണെങ്കിലും എപ്പോഴും ഞാനിവിടെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ കാശുരൂപം എൻ്റെ കൈ കരുതും. പിന്നെ ഇവിടുന്ന് കിട്ടിയ പത്രം, അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വയ്യാതെ കിടക്കുന്ന രോഗികളെ പോയി നിങ്ങൾ ആഴ്ചയിൽ നിങ്ങൾ സന്ദർശിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെ നിങ്ങൾ പത്രം വിതരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം കിട്ടിയ പത്രം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കും കുറേ പേർക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് 3 മാസത്തേക്കുള്ള പത്രം ഞാൻ 3 ഇതായിട്ട് വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. ഞാൻ ഫസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് ഇൻ്റർവ്യൂവിന് ചെല്ലുന്നതിനന്ന് ഞാൻ ഈ പത്രം കൊണ്ടാണ് പോയത്. അവിടെ ചെന്ന് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പുറത്തൊന്ന് പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ജനറൽ വാർഡിൽ കയറി ആ വാർഡിൽ കിടക്കുന്ന അത്രയും പേർക്കും ആ പത്രം വിതരണം ചെയ്ത് അവിടെ നിന്ന് നല്ലപോലെ പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ജോലിയുടെ കാര്യം തടസ്സമില്ലാതെ നടക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് വന്നപ്പം 135 പേരാണ് അവിടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വന്നത്. അപ്പോൾ ആൾ കൂടുതലായത് കാരണത്താൽ അവരവിടെ വെച്ചൊരു എഴുത്തു പരീക്ഷ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി. കാരണം ഞാൻ PSC പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് ഈ കമ്പ്യൂട്ടർ ബേസ് ചെയ്ത് എനിക്ക് വലുതായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. MS ഓഫീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, DC ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവരെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇടുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, എഴുത്തു പരീക്ഷ അറ്റൻഡ് ചെയ്തു. എഴുത്തു പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പം 135 പേര് പരീക്ഷ എഴുതിയതിൽ 5ാമതായിട്ട് എൻ്റെ പേര് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു ടൈപ്പിങ്ങിൻ്റെ പരീക്ഷയുണ്ട്, ആ ടൈപ്പിങ്ങിൻ്റെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമേ ആളെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ടൈപ്പിങ്ങിൻ്റെ പരീക്ഷയ്ക്ക് പോയ സമയത്തും ഞാൻ കാശുരൂപം കൈ കരുതിക്കൊണ്ടാണ് ആ ഹാളിൽ കയറിയത്. കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്നു. ആദ്യം ഒരു തടസ്സം നേരിട്ടു, കാരണം ഞാൻ ചെയ്യുന്ന സിസ്റ്റത്തിൽ മലയാളം വരുന്നില്ല. ISM എടുത്ത് മലയാളം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയെ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് കിട്ടിയ സിസ്റ്റത്തിൽ അതായത് 5-10 മിനിറ്റ് മാത്രമേ ഉള്ളൂ, ആ 10 മിനിറ്റ് കൊണ്ട് അവർ തരുന്ന ഒരു പാരഗ്രാഫ് നമ്മൾ ടൈപ്പ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എൻ്റെ സിസ്റ്റം മലയാളം വർക്ക് ചെയ്യുന്നില്ല, ISM കാണിക്കുന്നില്ല, മാതാവേ, എന്തെങ്കിലും ഒരു അത്ഭുതം നടത്തിയിട്ട് എനിക്ക് പിന്നെ പരീക്ഷയെ പാസ്സാവാൻ കഴിയണേന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു സിസ്റ്ററെ വിളിച്ച് പറഞ്ഞു. സിസ്റ്റർ പെട്ടെന്ന് വന്ന് എന്നെ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയിരുത്തി. അപ്പോൾ തന്നെ ഞാൻ പരീക്ഷ എഴുതി. എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, കാരണം ഒരുപാട് നല്ല സ്പീഡിൽ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ ഇരുന്നതെല്ലാം. പക്ഷേങ്കിൽ അവരവിടുന്ന് അറിയിപ്പൊന്നും കിട്ടിയില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു 4:30 ഒക്കെ ആയപ്പോഴത്തേന് എന്നെ വിളിക്കുന്നു. പിന്നെ എൻ്റെ കൂടെ അന്ന് ഇൻ്റർവ്യൂവിന് വന്നിരുന്നൊരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗോപികയെ പിന്നെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ പോയി നോക്കി, എൻ്റെ പേര് 7ാമതാണ്. ഗോപികയുടെ പേര് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് ഞാൻ ഓർത്തെന്നാൽ കാണത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിഷമിച്ചിരുന്നു. പിറ്റേന്ന് ഒരു 4:30 ആയപ്പം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോയിൻമെൻറ്റ് ഓർഡറായിട്ടിരിക്കുകയാണ്, റാങ്ക് ലിസ്റ്റിൽ 1ാമതാണ് എൻ്റെ പേര് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനോട് സത്യത്തിൽ ഒരുപാട് എനിക്ക് സങ്കടവും വന്നു, വിഷമവും ഒക്കെ വന്നു. കാരണം വിഷമം വന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ അവിടെ നിന്ന് എനിക്ക് അല്പം പ്രതീക്ഷ കൈവിട്ട് പോയിരുന്നു. കാരണം എനിക്ക് കിട്ടത്തില്ല എന്നൊരു പ്രതീക്ഷയായിപ്പോയിരുന്നു. പക്ഷേ റാങ്ക് ലിസ്റ്റിൽ 1ാമത് എൻ്റെ പേര് വന്നു എന്ന് പറഞ്ഞപ്പം എനിക്ക് ഒരുപാട് മാതാവിനോട് ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജൂലൈ 4-ാം തീയതി ജോയിൻ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ജോലി എന്ന് പറയുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി OPയിലായിരുന്നു. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം. അപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുഞ്ഞുങ്ങളുടെ കാര്യം രാവിലെ സ്കൂളിൽ വിടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ
അങ്ങനെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതിന് അപ്പം 8 വർഷം എനിക്ക് മുമ്പ് 8 വർഷമായവർ അവിടെ ഉണ്ട്. അപ്പം എന്തായാലും അവർക്ക് ഇത് മാറ്റാതൊന്നും എനിക്ക് പെട്ടെന്നൊരു മാറ്റമൊന്നും കിട്ടത്തില്ല എന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ചു. വൈകിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എന്തെങ്കിലും ഒരു അനുഗ്രഹം തന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചിട്ട് നൈറ്റ് ഡ്യൂട്ടിയിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ OP കൗണ്ടറിൽ ചെല്ലുമ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് സംസാരിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു, ഗോപികയ്ക്ക് സ്വാബിൽ അതായത് കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നിടത്ത് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകാൻ കുഴപ്പമില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾക്ക് പോയാൽ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഗോപിക പോകാമോ എന്ന് ചോദിച്ചു. അപ്പം പുതിയതായിട്ട് ചെന്ന ആളായതുകൊണ്ട് ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താ ചേച്ചി അവിടെ പോയാൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം എന്നോട് കുഴപ്പമൊന്നുമില്ല, നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട എന്ന് എൻ്റെ മനസ്സിൽ മാതാവിനോട് ഞാൻ പറഞ്ഞു, ദൈവമേ മാറ്റി തരണമേ എന്ന് പറഞ്ഞു. അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട, സൺഡേ സാറ്റർഡേ മറ്റ് ഹോളിഡേ ദിവസം എല്ലാം അവധിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ സന്തോഷത്തോടു കൂടി കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഒരു സിസ്റ്റർ ജെസ്സി എന്ന് പറഞ്ഞ സിസ്റ്ററിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സിസ്റ്ററിനൊപ്പം നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ അവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വരുമായിരുന്നു. വർഷങ്ങളായിട്ട് ഞങ്ങൾ താമസം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊരു കുഴൽക്കിണർ അടിക്കാനുള്ള നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾക്ക് പൈസയുടെ കാര്യമൊന്നും റെഡി ആയിട്ടില്ല, കുഴൽക്കിണർ അടിക്കണമെങ്കിൽ എങ്ങനെ പോയാലും 1 ലക്ഷം രൂപയിൽ കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് മാതാവ് എന്തെങ്കിലും ഒരു ഇത് കാണിച്ച് ഞങ്ങൾക്ക് വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് മാറ്റി തരണേ. ഒരു ഉണക്ക് വരുമ്പം 10,000-7,000 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ വെള്ളം ഇറക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കുഴൽക്കിണർ അടിക്കാനും കൊണ്ട് ഞങ്ങൾ തുടങ്ങി. ആ കുഴൽക്കിണർ അടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ അവിടെ നല്ല കുന്നും പ്രദേശമാണ്, പാറയാണ്, അതുകൊണ്ട് വെള്ളം കിട്ടാൻ സാധ്യത കുറവാണ്. ഒരു 90 അടിയൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പം വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് കാണും, എന്നാലും താഴോട്ട് വെള്ളമൊന്നും കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ അവർ വരുന്നതിൻ്റെ അന്ന് രാവിലെ ഇവിടുന്ന് തന്ന ഉപ്പ്, നേർച്ച വസ്തുവായ ഉപ്പ് കൊണ്ടുവന്ന് ആ കുഴൽക്കിണർ അടിക്കാൻ സ്ഥാനം കണ്ടെടുത്ത് കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, കുഴൽക്കിണർ അടിച്ചു 60 അടി ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വെള്ളം കിട്ടി. ഇപ്പം എന്നിട്ട് ഞങ്ങൾ 400 അടി അടിച്ചു. ഇപ്പം ഞങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ വെള്ളം കിടക്കുന്ന കാണാം. ഇതുവരെ ഞങ്ങൾക്ക് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകാതെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ഞാനിവിടെ നിയോഗത്തിൽ വെക്കാത്തൊരു കാര്യമായിരുന്നു. എൻ്റെ മാമൻ്റെ മോന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, കൃപാസനത്തിൽ പോയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ മാതാവിന് ശക്തി ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അപ്പോൾ ചേച്ചി എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് പുറത്തു പോകണം. അവൻ പാസ്പോർട്ട് എടുത്തിട്ട് ഒന്നുമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അവനവിടെ മൗണ്ട് താബോർ സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടുന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് അവൻ ആ സ്കൂളിൽ നിന്ന് ജോലി കളയത്തില്ലായിരുന്നു. അവസാനം അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഒരു ദിവസം താമസിച്ച് ചെന്നുകൊണ്ട് അവർ പറഞ്ഞു നീ വരണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ അവന് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് പാസ്പോർട്ട് കൈ കിട്ടിയതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവന് ജോലിയുടെ കാര്യവും റെഡിയായി. ഇപ്പോൾ ചൊവ്വാഴ്ച അവന് പിന്നെ ഗൾഫിലേക്ക് പോവുകയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്ന ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇവിടെ വന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു. മാതാവേ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിത്ത കാര്യത്തിൽ എൻ്റെ മോൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവന് പുറകിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ അവനെ മുന്നോട്ട് നടത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവന് കഴിഞ്ഞ പരീക്ഷയിൽ അവൻ എന്നെ പേപ്പർ കൊണ്ടുവന്ന് കാണിച്ചു. അവൻ എഴുതിയ വിഷയത്തിനെല്ലാം അവൻ ജയിക്കുകയും ഫുൾ മാർക്ക് 3 വിഷയത്തിന് ഫുൾ മാർക്ക് അവന് കിട്ടുകയും ചെയ്തു. പിന്നെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് എനിക്ക് എല്ലാ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ എനിക്ക് ഉണ്ടായി. ഇത്രയും നല്ല രീതിയിൽ വിശ്വാസത്തിലേക്ക് വരുവാനും ഈ ഉടമ്പടി കൃത്യമായിട്ട് നടത്തുവാനും മാതാവിൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും മാതാവിനെയും കർത്തവിശ്വാസിയെയും മുന്നിൽ നിർത്തി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ്. ഞാൻ 2019 ജൂലൈ 4-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് രമണി ബാബു. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇടുക്കി ജില്ല തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജൂലൈ 4-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഞാൻ എൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിരന്തരം ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അന്ന് മുതൽ എല്ലാ മാസവും ഇവിടെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ ആദ്യം ഇവിടെ കൊണ്ടുവന്നത്. അതിനുശേഷം ഞങ്ങൾ എല്ലാ മാസവും പലരെ കൂട്ടി 10-25 പേര് വെച്ച് ഞങ്ങളിവിടെ എല്ലാ മാസവും ഇവിടെ കൊണ്ടുവരികയും ഉടമ്പടി എടുപ്പിക്കുകയും അവരെയും കൂട്ടി മാസങ്ങൾ തോറും വന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ പിന്നെ കൊറോണ ബാധിച്ചത് കാരണം
ഞങ്ങൾ 2020 മാർച്ച് ആയപ്പോഴത്തേനും അത് നിന്നുപോയി. എങ്കിലും പ്രാർത്ഥന ഞാൻ മുടക്കിയിരുന്നില്ല, നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇവിടെ വരാവുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ടും വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു പോകാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ അമ്മ മാതാവ് തിരുകുമാരൻ വഴി തന്ന ഒരു പ്രത്യേക സാക്ഷ്യമെന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ആകെ ഒരു 10 സെൻറ്റ് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്തേക്ക് ഞങ്ങൾക്കൊരു നടപ്പ് വഴി പോലും ഇല്ലായിരുന്നു, ആധാരത്തിലും അതില്ലായിരുന്നു. 2 അയൽവാസികളാണ് അപ്പുറത്തും ഇപ്പുറത്തും താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാളുടെ സന്മനസ്സുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഒരു വഴിയായിട്ട് ഞങ്ങൾക്ക് നടപ്പ് വഴി ഉണ്ടായിരുന്നത്. പിന്നീടത് അവരുടെ മുറ്റത്തോട്ടുള്ള വഴിയിൽ നിന്ന് ഞങ്ങൾക്ക് അതിനകത്തോടെ വണ്ടി കയറ്റിക്കൊള്ളാൻ ഒരു അനുമതി തന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റുകയും ഇറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമൂലം എൻ്റെ മോനൊരു ജോലി കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ ഒരു മോശം പെരയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലോണും കാര്യങ്ങളും എടുത്ത് ഒരു പെര പണിത് അപ്പം ഞങ്ങൾക്ക് ആ വഴിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലായിരുന്നു. അതിനുശേഷം ഇപ്പം മകൻ്റെ ജോലി പോയി, ഞങ്ങളുടെ വരുമാനം നിന്നു, ഞങ്ങൾ സാമ്പത്തികമായിട്ടും അതുപോലെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾക്ക് ആ സ്ഥലവും വീടും കൂടെ വിൽക്കേണ്ടി വന്നു. എന്നാന്ന് ചോദിച്ചാൽ ബാങ്ക് ലോണായിരുന്നു ഞങ്ങളുടെ വീട്. അത് കുടിശ്ശികയായി അടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിയപ്പം ഞങ്ങൾക്ക് ആ സ്ഥലവും വീടും കൂടെ വിൽക്കണമെന്നുള്ള ആലോചന വന്നപ്പം ഞങ്ങൾക്ക് വഴിയില്ലാതെ വീട് വിൽക്കാൻ പറ്റാതെ വന്നു. അപ്പം അപ്പോഴാണ് ഞങ്ങൾ വഴിയെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നത്. ഞങ്ങൾ അയൽവാസികളായ 2 പേരിൽ ആരെങ്കിലും ഒരാൾ വഴി തന്നാലേ ഞങ്ങളുടെ ഈ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് വഴിയുള്ളൂ. നടപ്പ് വഴിയെന്ന് പറയുന്ന പോലും ഇല്ലാത്തൊരു സ്ഥലമാണെന്ന് ഓർക്കണം. അപ്പം അതിൽ ഒരു കാരണവശാലും ഞങ്ങളുടെ ചിന്തയിൽ ഞങ്ങൾക്ക് വഴി തരാൻ സാധ്യതയില്ല. ഈ നിയോഗം ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ തൃപാദങ്ങളിൽ ഞാൻ എന്നും നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഏത് വഴിയാണ് ഏത് വഴി തിരഞ്ഞെടുക്കുമെന്ന് എനിക്കറിയണ്ട. എൻ്റെ അമ്മ മാതാവ് ഈശോ വഴി ഈ ഭവനത്തിലേക്ക് ഒരു വഴി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്ന് ഈ സ്ഥലം വിൽക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ മാതാവിനോട് എന്നും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം വെഞ്ചിരിച്ച് ഇവിടുത്തെ കൂട്ടിൻ്റെ വെഞ്ചിരിച്ച ഉപ്പ് കൊണ്ടുപോയി ഞാൻ ആ ഇടവഴി 2 സ്ഥലത്തിൻ്റെ കൂടെ നടുക്കൊരു ഇടവഴിയാണ് റോഡ് തുടങ്ങുന്നിടത്ത്. ആ ഇടവഴിയുടെ സൈഡിൽ കൂടെ വഴി തരാൻ പറ്റത്തുള്ളൂ. ഞാൻ ആ ഇടവഴിയിൽ എന്ന് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഈ ഉപ്പ് വിതറുമായിരുന്നു. എങ്ങനെയെങ്കിലും ഇവരിൽ ആരെങ്കിലും ഒരു സന്മനസ് കാണിച്ച് ഞങ്ങൾക്ക് ഈ വീട്ടിലോട്ട് വഴി തരണമെന്ന്. പക്ഷേ ഞങ്ങൾ വഴി തരുമെന്ന് ഞങ്ങൾ ചിന്തിച്ച ആളിനോട് ഞങ്ങൾ ചോദിച്ചപ്പം ആദ്യമേ തന്നെ അദ്ദേഹം വിലക്കി, തരികയില്ലെന്ന് തന്നെ പറഞ്ഞു. പിന്നെ ഇടനിലക്കാരനെ വെച്ച് വീണ്ടും ഞങ്ങൾ ചോദിപ്പിച്ചപ്പം ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത വിലയാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഞങ്ങൾക്ക് തരാതിരിക്കാനാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തൊട്ടിപ്പുറത്തെ അയൽവാസി സൊമ്മനസാൽ ഞങ്ങളോട് പറഞ്ഞു, ഇനി അദ്ദേഹത്തോട് വഴി ചോദിക്കാൻ പോകണ്ട, നിങ്ങൾക്ക് വഴി ഞാൻ തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു വലിയ മുതലാളിയാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പണിതിരിക്കുന്ന ഗേറ്റിൻ്റെ മതിൽ ഇടിച്ചു പൊളിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് വഴി തരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ കിടക്കുന്ന ഒരു ഭൂമി ഇല്ല അവിടെ. അപ്പം ഞങ്ങൾ എങ്ങനെ തരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾ അറിയണ്ട, നിങ്ങൾക്ക് 11.5 അടി വീതിയിൽ നിങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ വഴി തരാം എന്ന് പറഞ്ഞു. ഒരു നിസാര തുകയും പറഞ്ഞു. ഞങ്ങൾക്ക് അത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെ 120 മീറ്റർ നീളത്തിൽ 11.5 അടി വീതിയിൽ ഒരു 10 സെൻറ്റിന് മുകളിലായിട്ടുള്ള സ്ഥലം ഞങ്ങൾക്ക് അദ്ദേഹം വഴിക്ക് തന്നു. ഞങ്ങൾ ആ വഴി വെട്ടി അന്ന് മുതൽ മാതാവിനോടും ഈശോയോടും ഏത് രീതിയിൽ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. അത് അവരോടും ഞാൻ പറഞ്ഞു. അവർക്കറിയാം ഞാൻ ഇങ്ങനെ കൃപാസനത്തിൽ വരുന്നുണ്ടെന്നും മാതാവിൻ്റെ അടുത്ത് വരുന്നുണ്ടെന്നും ഒക്കെ അവർക്കറിയാം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങൾക്കത് തോന്നിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പക്ഷേ അതേ ആയിരിക്കും, അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പിന്നീടൊരു സമയത്താണ് ഞാനിത് പറഞ്ഞെന്ന് വരികയില്ല എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു അത്ഭുതകരമായ സംഭവം എനിക്കുണ്ടായി. അമ്മ മാതാവിൻ്റെ ഈശോയുടെ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നടന്നു. ഇനിയും അതുപോലെ തന്നെ ആ വഴി ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടി. ആ വഴി കാണിച്ച് ഞങ്ങളുടെ സ്ഥലവും വീടും കൂടെ വിറ്റതിന് ശേഷം എൻ്റെ മോൻ്റെയും ഞങ്ങളുടെയും കടബാധ്യതകൾ തീർക്കാൻ പറ്റുമെന്ന് ഞാൻ അമ്മ മാതാവിൽ ഈശോയിൽ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ രണ്ടാമതായിട്ട് എനിക്ക് എൻ്റെ മൂക്കിൻ്റെ 2 ദ്വാരത്തിലും ഒരു 2 വർഷത്തോളമായിട്ട് ഒരു ഭയങ്കരമായ ഒരു വ്രണം പോലെ ആയിരുന്നു. മൂക്കടഞ്ഞ് നേരം വിളക്കുമ്പോഴൊന്ന് കേൾക്കുമ്പോൾ ശ്വാസം വിടാൻ ബുദ്ധിമുട്ട്. അതങ്ങോട്ടൊരു ശരിക്കും മൂക്ക് നിറഞ്ഞങ്ങ് പൊറ്റം കെട്ടുന്ന പോലെ. അത് നമുക്കങ്ങ് വൃത്തിയാക്കി കഴിഞ്ഞാൽ ബ്ലഡ് വരും, നിറച്ചും ബ്ലഡ് വരും. അത് കുറേ സമയം ബ്ലഡ് ഒപ്പിയെടുത്താലേ അതങ്ങ് മാറുള്ളൂ. ഇങ്ങനെയായി ഞാൻ 2-3 ENT കാണിച്ചു. അവർ പല മരുന്നുകളും തന്നിട്ടും എനിക്കതൊരു മാറ്റം വന്നില്ല. ഞാൻ എന്നും രാവിലെ 5 മണിയാകുമ്പം പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച്
ഞാൻ എൻ്റെ മൂക്കിൻ്റെ 2 ദ്വാരത്തിലും ഞാൻ പുരട്ടുമായിരുന്നു. അങ്ങനെ ഒരാഴ്ച പുരട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. മൂക്കിൽ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ടേ എനിക്കറിയത്തില്ല. അതും എൻ്റെ അമ്മ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി സ്ട്രോക്കും ലിവർ സിറോസിസും വന്ന് ഗുരുതരമായിട്ട് തന്നെ ആശുപത്രിയിൽ കിടന്നതാണ്. അവരെ നോക്കാൻ ഒരു 16 ദിവസം ശുശ്രൂഷിക്കാൻ അവരുടെ മകളുടെ കൂടെ നിൽക്കാനുള്ളൊരു ഭാഗ്യവും എനിക്കുണ്ടായി. അപ്പം ഡോക്ടർമാർ പലരും നോക്കിയിട്ട്, അവിടെ പല വിഭാഗക്കാരും നോക്കിയിട്ട് പറഞ്ഞു, എങ്ങനെ പോയാലും, അപ്പോൾ ഒരു 77 വയസ്സുണ്ട്. അന്നേരം പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞാലും ഒരു അങ്ങേയറ്റം പോയാൽ ഒരു 3 മാസം, അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട, നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് മക്കളോട് പറഞ്ഞു. ഞാൻ മരുമോളായിരുന്നു കൂടത്തിൽ നിന്ന്. ഞാൻ മരുമോളോട് പറഞ്ഞു, ഇന്ന പോലെ മാതാവിൻ്റെ തൈലോ ഉടമ്പടി തേനും എൻ്റെ കയ്യിലുണ്ട്, ഞാനത് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നത് എടുത്തുകൊണ്ട് വന്ന് മരുമകളെയും കൂട്ടി ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി രണ്ടും വായിൽ കൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഇന്നിപ്പോൾ 9 മാസമായി. സ്വന്തം കാര്യത്തിന്, എല്ലാ കാര്യത്തിനും, ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാനും ഒക്കെ, മുറിനേറ്റ് തിണ്ണവരും എല്ലാ കാര്യങ്ങളും നടത്തി നല്ല മിടുക്കത്തിയായിട്ടിരിക്കുന്നു. അത് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ മാതാവ് ചെയ്തു തന്നെ അത്ഭുതമാണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ചെറുതും വലുതും, അത് മാത്രമല്ല ഒരു കാര്യം കൂടെ, ഞാൻ അന്ന് ഉടമ്പടി എടുത്ത സമയത്തൊന്നും എനിക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം എൻ്റെ വീട്ടിലില്ലായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് എന്നെ അനുവദിക്കുമോ സമ്മതിക്കുമോ എന്നൊക്കെ എനിക്കൊരു ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഞാൻ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഭർത്താവ് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓടിപ്പിടിച്ച്, എനിക്കറിയാമായിരുന്നു അത് നല്ല രീതിയിലുള്ള അല്ലെന്നെങ്കിലും ഞാൻ അന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് സമാധാനത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊരു അവസരം ഒരുക്കി തരണേ മാതാവേ എന്ന് ഞാൻ എന്നും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം, പേടിക്കാതെ. എന്നുവെച്ചാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പം ആളിച്ചിരി മദ്യപിക്കുന്നൊക്കെ ഒരാളാണ്. അപ്പം കയറി വരുമ്പോൾ എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞാൽ എനിക്കത് താങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരവസരം തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് 3 പ്രാവശ്യം അദ്ദേഹത്തെ എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റി. കഴിഞ്ഞ 7-ാം തീയതി അദ്ദേഹത്തെയും കൂട്ടി വന്ന് അദ്ദേഹം ഇവിടെ ഈ കസേരയിലിരുന്ന് മണിക്കൂറുകളോളം ഇവിടുത്തെ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. ഇപ്പോൾ എനിക്ക് ഒരു പേടിയില്ലാതെ അദ്ദേഹം വീട്ടിലുള്ളപ്പോഴും എനിക്ക് എൻ്റെ മാതാവിൻ്റെ അടുത്ത് തിരി കത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും എന്നൊരു വലിയൊരു അത്ഭുതം എൻ്റെ മാതാവ് ഈശോ വഴി എനിക്ക് തന്നു. ഇതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി കുഞ്ഞു വലുതുകളുമായ അനുഭവങ്ങൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഒത്തിരി തന്നിട്ടുണ്ട്. ഞാൻ ഈ 7-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി നിയോഗം വെച്ചിട്ടുണ്ട്. ഈ 6 നിയോഗങ്ങളും എനിക്ക് താമസമില്ലാതെ എൻ്റെ അമ്മ മാതാവ് തിരുകുമാരൻ വഴി സാധിച്ചു തരും ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു.